സംരക്ഷണം ഒരുക്കുമല്ലോ. ഇതൊന്നും കബീർ വാക്കവി വെറുതെ പ്രഭാഷണത്തിന്റെ കരിമയ്ക്ക് വേണ്ടി പറയുന്നതല്ല. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓടുന്ന ഒരു സുന്നത്തായ സൂറത്തുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. അത്തിപ്പറ്റ ഉസ്താദിൻ്റെ അവിടെയാണ് റോസ് മുബാറക്ക്, 7ാമത്തെ റോസ് മുബാറക്ക് നടക്കുകയാണ്. അപ്പോൾ അവിടെയാണ് ഉള്ളത്. ഇവിടെ ഒരു സൗജന്യ മെഡിക്കൽ ചെക്കപ്പൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. യാസേ ആദ്യമായിട്ടാണ് അത്തിപ്പറ്റ ഉസ്താദിൻ്റെ അടുത്ത് വരുന്നത്. അന്നദാനത്തിനുള്ള ചോറുകളാണ്. പ്രശസ്ത വയറിങ്ങാരനും പ്ലംബിങ്ങാരനും അത് ഇലക്ട്രീഷ്യനും റാസിക്കുണ്ട് കേട്ടോ. അവിടെ റാസിക്ക് ആണല്ലോ, അതില്ലാത്ത പരിപാടിക്കല്ലോ. സക്കരിയാൻ്റെ നേതൃത്വത്തിൽ വന്നാട്ടുണ്ട്. ഭക്ഷണം നടക്കുന്നത് ഇവിടെയാണ്. അത്തിപ്പറ്റ ഉസ്താദ് ഉറൂസിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. 1-ാം തീയതി മുതൽ തുടങ്ങിയതാണ്, 6-ാം തീയതി വരെയുള്ളത്. അതിൽ 6 ദിവസം പരിപാടികളിലും രാവിലെയും ഉച്ചക്കും രാത്രിയും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. രാത്രി ഭക്ഷണം വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പുതിയ ഐറ്റവും, ഉച്ചക്ക് രാവിലെ ഇവിടെ വരുന്ന ആളുകൾക്കുള്ള ഇവിടെ ഇരുന്നിട്ടുള്ള ഭക്ഷണം കഴിക്കലുകൾ. ഇവിടെ കുറേ ആളുകൾ വന്നിട്ട് താമസിക്കും ഒക്കെ ചെയ്യുന്ന ആളുണ്ട്, ദൂരത്ത് വന്ന ആളുകളൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടി പിന്നെ രാവിലെ ഉച്ചക്കും ഭക്ഷണം ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ രാത്രിയിലെ ഭക്ഷണത്തിൻ്റെ പാക്കിങ് കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏരിയൊക്കെ ആയിരിക്കും രാത്രിയുള്ള ഭക്ഷണത്തിൽ ബിരിയാണി വെച്ചിട്ട് കൊടുക്കുന്നത്. ഏകദേശം 10 കിൻഡൽ 10 കിൻഡലൊക്കെ ഒരു ദിവസം ചിലവുണ്ട്. ഒരു 5000 പൊതിൻ്റെ റേഞ്ചിൽ ഓരോ ദിവസം രാത്രി ഭക്ഷണം പുതിയായിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് മാത്രം വന്നാണ് റാസിക്ക്. ഞങ്ങളോടുള്ള എല്ലാവരും കാണാൻ വേണ്ടിയിട്ടേ വ്യത്യസ്തരോട് പരിപാടിയിൽ ഫുള്ള് സജീവമാണെന്ന് ഇങ്ങനെ പറഞ്ഞേക്കാം. പക്ഷെ കാണണല്ലോ എല്ലാവരും, തെളിവാണല്ലോ. ഇനി കാണുന്ന ചെമ്പുകളിലെ ബിരിയാണിയൊക്കെ പാക്ക് ചെയ്യാൻ കേട്ടോ.
ഭക്ഷണത്തിനുള്ള പാക്കുകളാണ്. ഒക്കെ ബിരിയാണിയാണ്. അവരോട് കഴിഞ്ഞ 7 വർഷമായിട്ട് നടക്കുന്ന അത്തിപുരസ്താവിൻ്റെ ഉറുസിൻ്റെ ഭാഗമായിട്ടുള്ള ഭക്ഷണ വിതരണത്തിൻ്റെ പന്തലാണ് കാണുന്നത്. ഇതിന് നമ്മുടെ നാട്ടിലുള്ള പിന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരും അതുപോലെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളും എല്ലാവരും കൂടി സഹകരിച്ചിട്ടാണ് നമ്മൾ ഈ പിന്നെ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ദിവസം തോറും 5000-ഓളം പേർക്കാണ് നമ്മൾ ഇവിടെ ഭക്ഷണം വിതരണം ചെയ്യാറുള്ളത്. രാവിലെയും ഉച്ചക്കും രാത്രിയുമായിട്ട് ഏകദേശം ഒരു ദിവസം 7000-8000-ഓളം പേർക്ക് ഇവിടെ എല്ലാ ദിവസവും ഉറുസിന് എല്ലാ ദിവസവും 7 ദിവസമായിട്ട് ഭക്ഷണം വിതരണം ചെയ്യാറുണ്ട്. മറ്റേ ഭക്ഷണത്തിനാണ് ഒരുപാട് ആളുകൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രയത്നിക്കുന്നുണ്ട്. അതിനൊക്കെ കാര്യങ്ങൾ നടന്നു പോകുന്നിട്ടുണ്ട്. പറയാം. അതായത് മറ്റേ ഇവിടെ അത്തിപരിസ്ഥിതിൻ്റെ ആണ്ട് തുടങ്ങിയിട്ട് മറ്റേ എത്ര വർഷമായി? അതായത് എത്ര വർഷമായി ഇപ്പോൾ ആണ്ടിന് മറ്റേ ഭക്ഷണം കൊടുത്തു തുടങ്ങിയിട്ട്? 7 വർഷമായി. 7 വർഷമായി. 7ാമത്തെ വർഷമാണ്. ഒരു ദിവസം എത്ര കിൻഡൽ ഭക്ഷണം വെക്കും? ഇപ്പോൾ പിന്നെ 8 കിൻഡലിൽ വന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ ഇന്ന് 10.5 കിൻഡൽ, ഇന്ന് 11.5 കിൻഡൽ വെച്ചു. 6 ദിവസത്തെ 6 ദിവസത്തെ പരിപാടിയാണ്. 6 ദിവസത്തെ പരിപാടി. അത് പിന്നെ രാവിലെയും ഉച്ചക്കും രാത്രിയും. രാവിലെ ചായ പൊറോട്ട, ഉച്ചക്ക് ചോറ്. ഉച്ചക്ക് ഏകദേശം ഉച്ചക്ക് ഇന്ന് 1.60 ആയി. ഇന്നലെ 60 കിലോ തന്നെ പോയുള്ളൂ. ഇന്നാണ് 85 കിലോ പോയി. അങ്ങനെ ഓരോ ദിവസങ്ങളും മാറ്റങ്ങളും. ഇനിയിപ്പോൾ നാളെ എങ്ങനെ വരികയെന്നുള്ളത് പറയാൻ പറ്റില്ല. പിന്നെ 7 വർഷമായിട്ട് ഇതന്നെ നമ്മളെ ഇവിടുത്തെ മെയിൻ കുക്കാണ്. ഇവിടുത്തെ ഈ ഉസ്താദിന്റെ വീട്ടിലാണെങ്കിലും മൊത്തത്തിൽ എത്ര വർഷം ഉസ്താദിന്റെ കൂടെ ആയിട്ട്? ഉസ്താദിന്റെ കൂടായിട്ട് ഇപ്പോൾ 9, 10, 10ന്റെ കൂടെ ഉസ്താദ് നാട്ടിൽ സ്ഥിരമായതിന്റെ ശേഷം ഓരോ പരിപാടികളും നമ്മൾ തന്നെ. പേര് അലവി. അലവി. പിന്നെ മൊത്തത്തില് നമ്മള് പിന്നെ ഒരു 120 കിൻഡലോളം അരിയും ഇറച്ചിയും കൊടുക്കും. ഏറ്റവും കൂടുതൽ ഭക്ഷണം വെക്കണ ലാസ്റ്റ് ദിവസം എത്ര കിൻഡൽ വെക്കും? 63-65 കിൻഡൽ വരെ. 63 കിൻഡൽ വരെ വെക്കും. 65 കിൻഡൽ വരെ അല്ലേ? അന്ന് വെറും നെയ്ച്ചോറ് മാത്രമേ? വെറും നെയ്ച്ചോറ്. ഇവിടെ വളണ്ടിയേഴ്സിനൊക്കെ കൂടി കറി ഉണ്ടാവും. ആ, ഓക്കെ. ഇന്നിപ്പോ എത്ര കിൻഡൽ ബിരിയാണി വെച്ചു? എത്ര? 11 കിൻഡൽ അല്ലേ? ഫുള്ള് പാക്ക് ചെയ്ത് കൊടുത്തു. ഇത് അരിയും മൃഗങ്ങളൊക്കെ ഓരോരുത്തർ എല്ലാവരും സ്പോൺസർ ചെയ്യണാണല്ലോ. പിന്നെ ഉച്ചയ്ക്ക് ഇവിടെ പിന്നെ വരുന്ന എല്ലാവർക്കും ഭക്ഷണം ഇവിടെ തന്നെ കൊടുക്കുക, ഇവിടെ തന്നെ കഴിക്കാൻ കൊടുക്കുക. 27 വന്ന് നമുക്ക് ആടുകളിപ്പോൾ 6 അർത്ഥം കഴിഞ്ഞപ്പോൾ 3 കൂടി അർത്ഥം ഒക്കെ ഓരോരുത്തർ സ്പോൺസർ ചെയ്യണം. ഇതിനുള്ള ഭക്ഷണത്തിനുള്ള എല്ലാ സ്പോൺസർ തന്നെ. മസാല അടക്കം, മസാല അടക്കം, മല്ലി മുളക് പൊടി അടക്കം വലിയൊരു ഭക്ഷണമാണ് കൊടുക്കലാണ്. ആര് വന്നാലും ഭക്ഷണം കൊടുക്കാൻ അതിന് ആദ്യം ഭക്ഷണം ആര് വന്നാലും അവരെ കഴിച്ചിട്ടുള്ളൂ. വീട്ടിൽ വന്നാലാണെങ്കിലും അങ്ങനെ ആ ഒരു ശീലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഉറൂസിനും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ? ആദ്യം ഭക്ഷണം ഉണ്ട്. ഇവിടെ വന്നാൽ പിന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല. രാവിലെ ചായ, അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ചോറ്, പിന്നെ 4 മണിക്ക് ചായയും കടിയും, രാത്രി ചോറ് പാക്കറ്റാക്കി കൊടുക്കും.
എന്താ കരുതിയത് രക്ഷപ്പെടാന്ന്? നമ്മൾ ഈ സമയത്ത് ഏതെങ്കിലും ചെയ്താൽ ഒരു കാര്യം ചെയ്താൽ ഭർത്താവ് അറിഞ്ഞില്ല, ഭാര്യ അറിഞ്ഞില്ല, ഭാര്യ ചെയ്തത് ഭർത്താവ് അറിഞ്ഞില്ല, ഭർത്താവ് ചെയ്തത് ഭാര്യ അറിഞ്ഞില്ല. തൊഴിലാളി നോക്കി നോക്കി വ്യഭിചരിക്കാൻ പോയിട്ടത് തെറ്റ് ചെയ്തത് ആ തെറ്റ് ചെയ്ത ഭൂമി എവിടെ വെച്ചാണോ തെറ്റ് ചെയ്തത്? വളാഞ്ചേരിയിലാണോ, ബാർ ഹോട്ടലിലാണോ, വ്യഭിചാരശാലകളിലാണോ, യുവയുടെ ഇരുണ്ട തെരുവുകളിലാണോ? ആരാരും അറിയാതെ ലോകത്ത് ആദ്യമായി പത്രം വായിക്കുന്ന ഫിജി എന്ന രാഷ്ട്രത്തിലാണെങ്കിലും ആ നീയാ വ്യഭിചരിക്കാനും മദ്യപിക്കാനും നിന്റെ ശരീരത്തെ താങ്ങി നിർത്ത ഭൂമിയില്ലേ? ആ ഭൂമി നിന്റെ തെറ്റുകളുടെ സാക്ഷിയാ. എന്റെ സഹോദരാ, അടുത്ത സാക്ഷി ഏടെന്നറിയുമോ? യൗമഇദിന തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും. യൗമഇദിന തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅർജുലുഹും. നീ പാപം ചെയ്ത നിന്റെ കയ്യ്, പാപം പറഞ്ഞ നിന്റെ നാവ്, നിന്റെ ശരീരത്തിലെ അവയവങ്ങൾ മുഴുവനും ഓരോന്നിനും സാക്ഷിയായി നിൽക്കുമ്പോ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിയാണെന്നറിയോ? എട്ടാമത്തെ ഒരു തെറ്റ് ചെയ്യുമ്പോ മിനിമം 8 പേര് കണ്ടിട്ടേ മറക്കാൻ പറ്റൂ. ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിയാരാ? നീ തന്നെയാണ്. ഒപ്പിച്ചു കൊടുത്ത ചെറിയ ചെറിയ ധാന്യങ്ങളിൽ നിന്ന് വലിയ വലിയ വൻമരങ്ങൾക്ക് ജീവിതം കൊടുത്ത, രാപകലുകളെ വ്യതിയാനങ്ങളില്ലാതെ സംവിധാനിച്ച, സൂര്യചന്ദ്രാദി നക്ഷത്രങ്ങളെ ഈ ഭൂലോകത്ത് ചലിപ്പിച്ചു കൊണ്ടുപോയ, ഈ ലോകത്തിന്റെ പാതിരാത്രിയുടെ നിശബ്ദത മൂലം, പാതിരാത്രിയുടെ വന്യമായ ഒരു രാത്രിയില് ഒരു കറുകരത്ത പാറക്കെട്ടിലൂടെ നടന്നു പോകുന്ന കാട്ടുറുമ്പിന്റെ കാൽപതനത്തിന്റെ ശബ്ദം പോലും തിരിച്ചറിയുന്ന എന്റെ അല്ലാഹു ഷാഹിദേ, ഞാൻ ചെയ്യുന്ന തെറ്റുകൾ എന്റെ റബ്ബിനെ മറക്കാൻ കഴിയില്ല. ഈ 3 ബോധങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോ അല്ലാഹു മഹീ, പടച്ചവന്റെ കൂടെ തന്നെ ഉണ്ടെന്നാണ് ആ വാക്കിന്റെ അർത്ഥം വരുന്നത്. ഈ 3 ബോധ്യം ഉണ്ടാകുമ്പോ, ഈ 3 ബോധ്യം ഉണ്ടെങ്കിൽ പടച്ചവൻ നമ്മുടെ കൂടെ. ആ ബോധ്യത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ മാറ്റണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. ഞാൻ പറയണത് മനസ്സിലാവണുണ്ട? ഇല്ല, ഞാൻ പറയണത് മനസ്സിലാവണുണ്ട? ആ ബോധ്യത്തിലേക്ക്, എന്റെ അള്ളാഹുവിന്റെ ഒരു വലിയ വലയത്തിന്റെ ഉള്ളിലാണ് ഞാൻ എന്ന ബോധ്യത്തിലേക്ക് പോകുമ്പോ, അള്ളാഹു മണി, അള്ളാഹു എന്റെ കൂടെയുണ്ട്, ഞാൻ എന്റെ റബ്ബിന്റെ കൂടെയുണ്ട്. ആ രീതിയിലേക്ക് നമുക്ക് മാറാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് വരുമ്പോ, അള്ളാഹു മണി എപ്പോഴും അപ്പന്റെ കൂടെയുണ്ട്. എന്റെ കൂടെ ഞാൻ എപ്പോഴും ഒരാളെ നടക്കണമെങ്കിൽ അയാളോട് എനിക്കെന്തുണ്ടാവണം? ഒരു പൂർണ്ണ തൃപ്തി ഉണ്ടാവണം. തൃപ്തി ഇല്ലാത്ത ഒരാൾ നമ്മൾ കൊണ്ടുപോകും. തൃപ്തിയില്ലാത്ത ഒരാള് നിങ്ങൾ ആരെങ്കിലും കൂടെ കൊണ്ട് നടക്കോ? ഞാൻ ഗൂഗിളിൽ നോക്കണോ? നിങ്ങൾ എന്താ ഒന്നും മിണ്ടാതെ? മാലക്കും തന്തിക്കൂൻ. നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങൾ മിണ്ടാത്ത എന്താ? അങ്ങനെ ആരെങ്കിലും കൊണ്ടു നടക്കും? നിങ്ങളെ ചെറുപ്പക്കാരെ, ഒരാളെ നമ്മൾ കൂടെ കൊണ്ട് നടക്കണം. ആ കൂടെ കൊണ്ട് നടക്കണവന് എന്തെങ്കിലും പോരായ്മ ഉണ്ടൊക്കെ കൂടെ കൊണ്ട് നടക്കോ? ഒന്നും വേണ്ട, അവന് വായുനാറ്റം ഉണ്ടെങ്കിൽ കൂടെ കൊണ്ട് നടക്കുന്നു. ആ ചങ്ങാതി എല്ലാം കൊള്ളും, പക്ഷേ സ്വകാര്യം പറയാൻ വന്ന അറിയുന്നേ പറ്റൂ. വായുനാറ്റം ഉണ്ട്, ഒരു ചെറിയ വായുനാറ്റം ഉണ്ടെങ്കിൽ പോലും അവരെ നമ്മൾ കൂടെ കൊണ്ട് നടക്കും. നമുക്ക് പൂർണ്ണ തൃപ്തി. അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിന് നമ്മോട് പൂർണ്ണ തൃപ്തി ഉണ്ടാവും. പടച്ചോന് നമ്മളോട് പൂർണ്ണ തൃപ്തി ഉണ്ടാവും. ആ തൃപ്തി ഉണ്ടാകുമ്പോ പടച്ചോൻ നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്ക് വേണ്ടി പടച്ചോൻ എന്തും ചെയ്ത്, നമുക്ക് വേണ്ടി പടച്ചോൻ യുവാക്കളെ അഭിസംബോധന ചെയ്യുകയാ. ഏത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രയാസം വന്നാലും, എന്നെ ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും നിന്നെ കൈവിടാത്ത നിന്റെ കൂടെയുള്ള ഒരാളുണ്ട്. അതാരെന്നറിയോ? അവനാണ് മാവത്തക റബ്ബുക വമാ കലാ. അങ്ങയുടെ അല്ലാഹു അങ്ങേ ഉപേക്ഷിക്കല്ല നബിയേ. എല്ലാ ദൈവങ്ങളെന്ന് അവകാശപ്പെടുന്നവർക്ക് ജീവിതം
ജീവിതം കൊടുത്ത, ഈ കാണുന്ന നിന്റെ സിനിമാ താരങ്ങൾക്ക് സൗന്ദര്യം കൊടുത്ത, നീ ഇന്ന് ആരാധിക്കുന്ന സിനിമാ താരങ്ങളുടെ സൗന്ദര്യം പോലും ഖാലിഖായ എന്റെ റബ്ബിന്റെ സംഭാവനയാണ് നിനക്ക്. അതിന്റെ എല്ലാം ഉടമസ്ഥനായ പടച്ചവനെ സ്വന്തമാക്കിയാൽ ആര് നിന്നെ ആക്രമിക്കാമെന്നാലും അവന് സംരക്ഷണം ഒരുക്കുമല്ലോ. ഇതൊന്നും കബീർ വാക്കവി വെറുതെ പ്രഭാഷണത്തിന്റെ ഗരിമയ്ക്ക് വേണ്ടി പറയുന്നതല്ല. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓടുന്ന ഒരു സുന്നത്തായ സൂറത്തുണ്ട്, സൂറത്തുൽ കഹ്ഫ്. ഏകാധിപത്യത്തിന്റെ സർവാധിപത്യത്തിന്റെ സ്വേച്ഛാധിപത്യത്തിന്റെ പിന്നാടുകളുടെ നേതൃത്വത്തിൽ വൈരാഗ്യത്തിന്റെ ഒരു നൂറ്റാണ്ട് പൂർത്തിയാകുമ്പോ നാളെ ഇന്ത്യ രാജ്യത്ത് നിന്ന് ന്യൂനപക്ഷത്തെ നിങ്ങൾ ആട്ടിയോടിക്കുമെന്ന് പറയുമ്പോ സഹോദര, സർവാധിപത്യവും ഏകാധിപത്യവും സ്വേച്ഛാധിപത്യവും ഇതിനേക്കാൾ കൊടികുത്തിവാണ്. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ആ 7 പേരാ വാസമില്ലാത്ത കൊടുങ്കാട്ടിൽ കിടക്കുമ്പോ ആ 7 യുവാക്കൾക്ക് വേണ്ടി എല്ലാവരും അവരെ ഒറ്റപ്പെടുത്തുമ്പോ ആരാരും അറിയാതെ ഒരു മനുഷ്യൻ മരിച്ചു പോകാൻ ധാരാളം കാരണങ്ങളുണ്ടെന്നിരിക്കെ തനിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ട് കൊടുങ്കാട്ടിൽ പോയി ജീവിതം ഒളിപ്പിച്ച ആ 7 യുവാക്കളെ സംരക്ഷിച്ചതാരാ? ലോകചരിത്രത്തിൽ ഇന്നേവരെ സൂര്യനതിന്റെ ഭ്രമണപഥത്തിൽ നിന്ന് മാറിയ ചരിത്രമില്ല. ഈ ഭൂമിയേക്കാൾ ആയിരക്കണക്കിന് പിണ്ടവലിപ്പമുള്ള ഈ ഭൂമിയിൽ നിന്ന് 14,95,97,906 കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന ഇത്രയും അകലെ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ, ആ സൂര്യന്റെ പ്രകാശരശ്മികൾ, ആ സൂര്യരശ്മികൾ ഭൂമിയിലെത്തണമെങ്കിൽ 8 മിനിറ്റും 14 സെക്കൻഡും വേണമെന്ന് ആ കണക്ക് പറയാ. എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ വേഗത എത്രയാ? ഒരു സെക്കൻഡിൽ 2,99,792.5 കിലോമീറ്റർ ഒരു സെക്കൻഡ് കൊണ്ട് താണ്ടുന്ന പ്രകാശം ഏകദേശം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് 3 ലക്ഷം കിലോമീറ്റർ ഓടിത്തീർക്കുന്ന പ്രകാശം. ആ വേഗതയിൽ 8 മിനിറ്റും 14 സെക്കൻഡ് സഞ്ചരിച്ചാല് സൂര്യനിൽ നിന്ന് പ്രകാശരശ്മി ഭൂമിയിലുള്ള എത്രയുള്ളൂ എന്ന് ശാസ്ത്രം പറയുമ്പോ ഈ സൂര്യൻ പോലും എത്ര അകലെയാന്ന് നിങ്ങൾക്കറിയോ? അനന്തമറ്റാതമവന്നീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മറുക്കന് കഥ എന്ന് കണ്ടു. ഈ ഭൂമിയിൽ നിന്ന് ഇത്രയും അകലിരിക്കുന്ന സൂര്യഗോളത്തെ, ആ സൂര്യഗോളം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അന്ന് മുതൽ കിഴക്ക് നിന്നുദിക്കുന്നുണ്ട്. അത് കൃത്യമായൊരു ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ച് അതിനെ പറഞ്ഞതുപോലെ അതിങ്ങനെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചു അവസാനം അത് പടിഞ്ഞാറിന്റെ ചക്രവാളത്തിന് വന്ന് മുഖമൊളിക്കുന്ന ഒരു അസ്തമയമില്ലേ? ഒരു വല്ലാത്ത അത്ഭുതമാണ് സൂര്യൻ എന്ന് പറയാ. ചെറുപ്പക്കാരാ, നിനക്ക് വേണ്ടിയാണ് ഞാനിത് വിശദീകരിക്കുന്നത്, പ്രസംഗത്തിനൊരു ചാരുത കൂട്ടാനല്ല. ഈ സൂര്യൻ എന്ന് പറയുന്ന ഈ ലോക ചരിത്രത്തിലെ പ്രപഞ്ചത്തിന്റെ അത്ഭുതമുണ്ടല്ലോ. ഈ ഭൂമിയിൽ നിന്ന് ബഹിരാകാശ പേടകത്തിലേക്ക് യാത്ര പോയ സുനിത വില്യംസും സഹയാത്രികനായ കുച്ചുവിൽ മോറും 7 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരാൻ പോയിട്ട് സ്പേസിൽ കുടുങ്ങിക്കിടന്ന് 7 മാസം കഴിഞ്ഞിട്ട് സാഹസികമായി ഭൂമിയിലേക്ക് തിരിച്ചു വരുമ്പോ ബഹിരാകാശ സ്പേസില് എന്ന് പറഞ്ഞാൽ 1/4 ആകാശത്തിന്റെ പകുതി പോലും കയറിയിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് 2, 3, 4, 5 ആകാശമുള്ളത്. അത് താണ്ടിക്കടന്ന ഒരു മനുഷ്യനില്ല. അത് താണ്ടിക്കടന്ന ഒരേ ഒരു മനുഷ്യനേ ഉള്ളൂ. അത് മനുഷ്യകുലത്തിന്റെ നേതാവ്, മാനവരിൽ മഹോന്നതനായ, മാനവലോകത്തിന് മഹനീയമായ മാതൃകകൾ സമ്മാനിച്ച മാനവരിൽ മഹോന്നതനെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അദ്ദേഹത്തിന്റെ മേൽ വാഴ്ത്തപ്പെടട്ടെ. മനോഹരമായി ആ ഗഗനയാത്രയുടെ നടന
ഗഗനയാത്രയുടെ മഹാവിസ്മയങ്ങളെ ചരിത്രത്തിന് പാടിപ്പറന്ന ഇമാം ബൂസൂരി റഹിമഹുല്ലാഹ് സൂര്യതാവില്യം സംഭവയത് ഒന്നാം ആകാശത്തിന്റെ പകുതിയിൽ പോലും പോയിട്ടില്ല. എന്റെ ഹബീബ് പോയത് ഞാൻ ഇവിടെ നിന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക്, അവിടെ നിന്ന് പിന്നെ ഏഴാകാശത്തിലേക്ക് ശരീഫുൽ അക്രാം ഞാൻ കണ്ടു. മലക്കുകൾ ഇരുന്നിട്ട് മനുഷ്യന്റെ കർമ്മങ്ങൾ എഴുതുന്നത് പോലും ഞാൻ കണ്ടെന്ന് പറഞ്ഞ കാബ കൗസൈനി കടന്നുപോയ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. സഹോദര സഹോദരി, സൂര്യൻ ഒരു മഹാവിസ്മയമാ. ആ സൂര്യതാവില്യം 7 മാസം കഴിഞ്ഞ് ഭൂമിയിൽ വന്നിട്ട് പറഞ്ഞതെന്നറിയോ? ബഹിരാകാശ പേടകത്തിലിരുന്നിട്ട് ഞാൻ താഴോട്ട് നോക്കിയപ്പോ ഒരു ദിവസം 16 ഉദയവും 16 അസ്തമയവും ഞാൻ കണ്ടു എന്നാണ്. ആരാണ് പറയുന്നത്? കബീർ വാക്കവിയല്ല, വായിദ് മുസ്ലിയാരല്ല, പൂക്കോയ തങ്ങളല്ല. നിങ്ങളെല്ലാവരും കൊട്ടിഘോഷിച്ച ഗഗന സഞ്ചാരി സുനിതാ വില്യംസ് പറഞ്ഞത് ഒരു ദിവസം 16 ഉദയവും 16 അസ്തമയവും ഞാൻ കണ്ടു. ഇമാറാത്തിൽ നിന്ന് ആദ്യമായി ബഹിരാകാശത്തേക്ക് പോയ സുൽത്താൻ അൽ നയാദി അദ്ദേഹവും പറഞ്ഞു ഒരു ദിവസവും 16 ഉദയവും 16 അസ്തമയവും ഞാൻ കണ്ടു. സഹോദരാ, ഫലാ ഉഖ്സിമു ബിറബ്ബിൽ മശാരിഖി വൽ മഗാരിബി ഇന്നാ ലഖാദിറൂൻ. വിശ്വാസിക്കെന്തിനാണ് അത്ഭുതമുള്ളത്? പല മനുഷ്യ നീ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. ഉഖ്സിമു, ഞാൻ സത്യം ചെയ്ത് പറയുകയാണ്, റബ്ബുൽ മശാരിഖി വൽ മഗാരിബി, ഒന്നിലധികം ഉദയങ്ങളുടെയും അസ്തമയങ്ങളുടെയും സിട്ടാവാണ് എന്റെ റബ്ബ്. ബിറബ്ബിൽ മശാരിഖി വൽ മഗാരിബി, രണ്ടല്ല, മഗ്രിബൈനല്ല, രണ്ടിലധികം, ജമ്മാണതിനധികം, എത്ര വേണമെങ്കിലും ആവാം. അത്രയും ഉദയത്തെ അസ്തമയത്തെ സിദ്ധിക്കാൻ കഴിവുള്ളവനാണ് എന്റെ റബ്ബ്. സഹോദരാ, ഒരേ ദിവസം തന്നെ ഭാഗങ്ങളിൽ 16 ഉദയവും അസ്തമയവുമായി കാണുന്ന ഈ പ്രപഞ്ച ലോകത്തിന്റെ മഹാത്ഭുതമാണ് സൂര്യൻ. അല്ലേ? സൂര്യ നീ ഉദിക്കുന്ന നേരത്ത് വലത്തോട്ടൊരൽപ്പം മാറണേ, അസ്തമിക്കുന്ന നേരത്ത് ഇടത്തോട്ടൊരൽപ്പം മാറണേ. എനിക്ക് വേണ്ടി, അല്ലാഹുവിന് വേണ്ടി എല്ലാം സമർപ്പിച്ചിട്ടുറങ്ങുന്ന എന്റെ 7 യുവാക്കൾക്ക് നീ കാവല് നിൽക്കണേ. യുവാക്കളെ, നിങ്ങളാരാ? MDMA-യും കഞ്ചാവുമായി പിടിക്കപ്പെട്ടിട്ട് യുവതയുടെ മുമ്പിൽ ആഭാസരായി നടക്കാനുള്ളവരല്ല. മദ്യപാനവും ചരസും കഞ്ചാവുമായി കടൽ കടന്നു വരുന്ന വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിടിച്ചിട്ട് ഈ ലോകത്ത് ഞങ്ങൾ 2K കിഡ്സ് ആണെന്ന് പറഞ്ഞ അടുത്ത് വെറുക്കാനുള്ളതല്ല. മോനെ, മനോഹരമായി ജീവിച്ചാൽ, അല്ലാഹുവിനെ നീ കൂട്ടുപിടിച്ചാൽ, ഈ സൂര്യന്റെ ഭ്രമണപഥത്തിൽ പോലും മാറ്റാൻ കഴിവുള്ള ആയുസ്സിലാണ് നീ നിലനിൽക്കുന്നത്. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ യുവാക്കളെ അങ്ങനെ ആക്കി തരട്ടെ. ഇത്ര മനോഹരമായ ഒരു ആയുസ്സിനെ നിങ്ങൾ വെറുതെ കളയുന്നത് എന്തിനാ? ആകാശലോകത്തെ സൂര്യനെ പോലും വ്യതിചലിപ്പിക്കാൻ കഴിയുന്നത് നല്ല ആയുസ്സിനെ മനോഹരമായി ജീവിക്കാൻ കിട്ടുന്ന ഒരു അവസരത്തെ നശിപ്പിക്കുന്നത് എന്തിനാ? അല്ലാഹും മനോഹരമായി അല്ലാഹുവിന് കൂടെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അധിക മനോഹര നൂറുല്ലാഹ് അഹ്മദ് നബി സല്ലല്ലാഹു അഗദിനയാലു ഹബീബുല്ലാഹ് ആമന്നാ ബിറസൂലില്ലാഹ് ഹസ്ബി റബ്ബി. ഉറക്കച്ചല്ലേ, ഉറക്കെ ഹസ്ബി റബ്ബി, എനിക്കെന്റെ റബ്ബ് മതി. അങ്ങനെയാണ് അത് പറയിപ്പിക്കാൻ പഠിപ്പിച്ചത്. ഹസ്ബി റബ്ബി, എനിക്കെന്റെ റബ്ബ് മതി. ജല്ലല്ലാഹ്, അവനേക്കാൾ വളർമയുള്ളത് ആർക്കാണ്? അവനേക്കാൾ പ്രതാപമാർക്ക്? അവനേക്കാൾ അധികാരമാർക്ക്? സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈ, സർവ്വതിന്റെയും അധികാരം എന്റെ റബ്ബിന്. ആവശ്യമുള്ളത് വാങ്ങിക്കാത്തതെന്താ? എല്ലാരും കൂടെ വാരി വലിച്ചുകൊണ്ട് പോയാൽ തീർന്നു പോവില്ലേ? അപ്പൊ നിനക്കെന്താ ഒരു ആഗ്രഹമില്ലാത്തത്?
അവൻ പറഞ്ഞു എനിക്ക് വേണ്ട സാധനം തീർന്നിട്ടില്ല, അത് അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ രാജാവ് ചോദിച്ചു നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് രാജാവിനെ മതി, എനിക്ക് രാജാവിനെ മതി. രാജാവ് അവിടെ ഉണ്ടല്ലോ, പിന്നെ എനിക്ക് രാജാവിനെ മതി. പിന്നെ ഞാനെന്തിനാ രാജാവിന്റെ കയ്യിലിരിക്കണ ചോദിക്കണത്? സഹോദരന്മാരെ മനസ്സിലായോ? വളരെ മനസ്സിലായ? രാജാവ് സ്വന്തമായാൽ ഉടമസ്ഥനെ കിട്ടിയാലും പിന്നെ എന്തിനാ? എന്നെ കിട്ടിയാൽ പിന്നെ എന്റെ വാച്ചിന് നോക്കേണ്ട കാര്യമുണ്ടോ കുട്ടിയെ? എന്നെ കിട്ടി, എന്നെ പൂർണ്ണമായിട്ട് കിട്ടിയ പിന്നെ എന്റെ വാച്ചിൽ കൊതിയോട് നോക്കണോ? എന്റെ മോതിരത്തിൽ നോക്കണോ? ഇത് കുല്ലാണ്, ഇത് ജുസുവാണ്. കുല്ലിനെ കിട്ടിയ പിന്നെ ജുസു വേണ്ട. അതാണ് എനിക്ക് എന്റെ ഉടമസ്ഥനെ കിട്ടിയാല് പിരിക്കുന്ന എനിക്ക് മരിക്കാൻ പേടിയില്ല. ആ ഒരവസ്ഥയിലേക്ക് എത്തുന്നതിനെയാണ് വിലായത്ത് എന്ന് പറയാം. മരിക്കുന്ന നേരത്ത് ചിരിക്കുക. എല്ലാവരും പറയാറില്ലേ എനിക്ക് മരണം വല്ലാത്ത പേടിയാണ്. അല്ല അല്ല, ആ മരണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മക്കളെ വിട്ടിട്ടുള്ള യാത്രയല്ല. ആ മരണത്തോടെ എനിക്ക് എന്റെ വീട് നഷ്ടപ്പെടില്ല. ആ മരണത്തോടെ എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളില്ല. യഥാർത്ഥത്തിന് ലോകം കണ്ട ഏറ്റവും വലിയ പ്രഭാഷകനാരാ? ഏറ്റവും വലിയ പ്രഭാഷകനാരാ? മനുഷ്യന്മാരെ ഏറ്റവും നല്ല പ്രഭാഷകനാരാ? മാനിനോടും മൈനിനോടും മാനത്തോടും മാനവരോടും ഒരേപോലെ പ്രസംഗിച്ച ആളാണ് നബി മുഹമ്മദ് മുസ്തഫ. ലോകം കണ്ട ഒരു മഹാപ്രഭാഷകനാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. മനുഷ്യനോട് മാത്രമല്ല, മാലോകനോട് മാത്രമല്ല, ഉടുമ്പിനോട് യാ റബ്ബ് മൻ തഅബുദുക. ഉടുമ്പിനോട് വാദോർന്നിട്ടില്ലല്ലോ. മാനിനോട്, കൂട്ടിലകപ്പെട്ട മാനിനോട് ഞാനിവിടെ നിന്ന് ഒടുക്കത്തെ യാത്ര പോവുകയാണല്ലോ. ഞാനിവിടെ നിന്ന് എന്റെ യാത്ര പോകുന്നത് 6 മണ്ണിലേക്കാണ്. പാമ്പുകളും തേളുകളും വരുമോ? സർപ്പങ്ങൾ എന്റെ ശരീരത്തെ കുത്തിവലിക്കുമോ? എന്റെ ഈ കവിൾത്തടത്തിന് പുഴുക്കൾ അരിച്ചു തിന്നുമോ? എന്റെ ഈ കണ്ണുകളിലേക്ക് പുഴുക്കൾ ഇങ്ങനെ കുത്തിക്കയറുമോ? എന്നാ മരണപ്പെട്ടവനൊരു വല്ലാത്ത പ്രസംഗം നടത്തുമ്പോ യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ അല്ലാഹു മടി വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ. എനിക്കെന്റെ റബ്ബിനോട് തൃപ്തിയുണ്ടെങ്കിൽ എനിക്കെന്ത് പേടിക്കാനാ? ഈ മരണമെന്ന് പറയുന്ന അസ്റായീലിന്റെ വരവ് ഞാൻ കാത്തിരുന്ന ഒരു തീർത്ഥയാത്രയുടെ തുടക്കമാണ്. കരുത്തവനായ ബിലാൽ, ചപ്രച്ച തലമുടിയുള്ള ബിലാൽ, അടിമയായ ബിലാൽ സക്കറാത്തിന്റെ വേദനയിൽ കിടന്ന് നിരങ്ങുമ്പോ പ്രിയപ്പെട്ട ഭാര്യ വന്ന് പൊട്ടിക്കരയുന്ന ഒരു സമയമുണ്ട്. ഭർത്താവ് മരിക്കുന്ന നേരത്തുള്ള ഭാര്യയുടെ കരച്ചിൽ അസഹനീയമാണല്ലോ. പ്രിയപ്പെട്ട ഉമ്മാന്റെ നിലവിളി അസഹനീയമാണല്ലോ. ആ പ്രിയപ്പെട്ട ഭാര്യ വന്ന് കരയുന്ന നേരം ഒന്ന് ആലോചിച്ചു നോക്ക്. വീട്ടിലെ വെത്തയും വിട്ടു വിരിഞ്ഞ് കാട്ടിലാറടി മണ്ണാണ്. ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇലയും മേൽ തണ്ണീരതും ചേർത്ത് മണ്ണതിനാലെ മറമാടൻ കാബറബ് ഹുജൂറിലെ. അകലുമ്പോൾ വീട്ടിലെ പെണ്ണ് പറയുന്നു ഉലകത്തിൽ തണിയെന്നിരാരെന്ന്. അവസാനം ജീവിതത്തിൽ കൂടെ കൂട്ടിയവള് അവളുടെ വാപ്പാന്റെ വിരലിലും മുറുകെ പിടിച്ചിട്ട് കപിൽ തൂവിൻ അർത്ഥമറിഞ്ഞോ അറിയാറയോ മരണം വരെ നിങ്ങളുടെ കൈവെള്ളയിലെ കൈവല്യം പോലെ കാത്തു സൂക്ഷിച്ച കൺമണിയെ എന്റെ കയ്യിലോട്ട് തന്നാലും മരണം വരെ അവളെ ഞാൻ ഒറ്റക്കാക്കിയില്ലെന്ന് പ്രതിജ്ഞ പറഞ്ഞ് കൂടെ കൂട്ടിയവളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകുന്നൊരു സമയമുണ്ട്. ആ സമയത്താണ് മനുഷ്യ എവിടെ പോയാലും എവിടെ പോകുന്നെന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു മുത്തം തന്നെ ദുആ ചെയ്യണേന്ന് പറഞ്ഞിട്ട് പോയ മനുഷ്യ ഇന്നൊന്നും പറയാതെ എവിടേക്കെന്നെ ഒറ്റക്കാക്കി പോയെന്ന് അവള് കരയുന്ന നേരത്ത്
ബിലാൽ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പിടച്ചിലെന്താ എന്ന് പറഞ്ഞിട്ട് വിതുമ്പി കരഞ്ഞുപോയി. റബ്ബേ നീ ശിഫ നൽകണേ അല്ലാഹ്. ഈ സദഖ അദ്ദേഹത്തിന് അവസാനം വരെ മാരകരോഗത്തിൽ നിന്ന് കാവലാക്കണേ അല്ലാഹ്. പടച്ചവനെ അദ്ദേഹത്തിനും ഭാര്യ സന്താനങ്ങൾക്കും ഇരുവരുടെയും മാതാപിതാക്കൾക്കും ഒത്തു നീ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. രണ്ടാമത് മരിച്ച ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ റിയാസ് ചക്കുംപടി സല്ലല്ലാഹു അലാ മുഹമ്മദ്